കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിന് പിന്നാലെ +1 വിദ്യാർത്ഥി ജീവനൊടുക്കിയെന്ന പരാതി വരുന്നു. അനിൽകുമാർ ദീപ ദമ്പതികളുടെ മകൻ അഖിൽക്കയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ ചാടി മരിച്ചത്. അവർ 3 പേര് വന്നെങ്കിലും ഈ പെണ്ണിന്റെ തന്തയാണ് കൂടുതൽ വിരട്ടൊക്കെ വിരട്ടിയത്. ഇവിടെ വന്ന് കണ്ട പരിചയമുള്ളൂ. ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് അവർ പോയത്. ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാ പോയത്. അവര് മദ്യം അടിച്ച് കാണാൻ എന്ന് തോന്നുന്നു. അന്നല്ലേ പേടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുക്കൻ അന്നേരം തൊട്ടേ മൈൻഡ് പോയി കണക്ക് നിന്നേത്. കൊല്ലത്ത് നിന്ന് ആർ അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിയെ വീട്ടിൽ കയറ്റി വരട്ടാൻ എന്തായിരുന്നു കാര്യം? SKN കൊല്ലം കുണ്ട്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പുഴയ്ക്കടുത്തുള്ള വീടാണ്. ഈ വീട്ടിൽ ഇന്നലെ 8:45 കൂടിയാണ് ഒരു സംഘം ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സ്കൂളിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടെന്ന് ആരോപിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ സ്ഥലത്തെ ഒരു CPM നേതാവും അടക്കമുള്ളവരാണ് ഈ വീട്ടിലെത്തി ഈ അഖിലിനെ ഭീഷണിപ്പെടുത്തിയത്. നമുക്ക് ഈ പിന്നിൽ കാണുന്നതാണ് ഈ വീട്. ഈ വീട്ടിലേക്കാണ് ഇന്നലെ ആ ഒരു സംഘം ആളുകൾ എത്തുന്നത്. തുടർന്ന് ഈ കുട്ടിയെ അവിടെ നിർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ ഭീഷണി ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ഈ ബന്ധം തുടർന്നു പോയാൽ വെച്ചേക്കില്ല, ഈ കുട്ടിയെ ജീവനോട് വെച്ചേക്കില്ല എന്നടക്കമുള്ള ഭീഷണി ഈ ബന്ധവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ ഈ നാട്ടുകാരടക്കം പറയുന്നത്. ഉടൻ തന്നെ നാട്ടുകാരടക്കം കൂടിയെങ്കിലും ഈ സംഘം ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം മടങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെ 10 മിനിറ്റ് കഴിഞ്ഞതോടെയാണ് അഖിൽ ഈ വീടിന് സമീപത്ത് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ അഖിലിനെ കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ ഈ വീടിന്റെ പരിസരത്തെല്ലാം പരിശോധന നടത്തി. പക്ഷേ അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഈ ചെരുപ്പുകൾ കിണറിന്റെ ഭാഗത്ത് കിടക്കുന്നത് കണ്ടാണ് ആ ഭാഗത്ത് പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഈ അഖിൽ കിണറ്റിലുണ്ടെന്ന കാര്യം മനസ്സിലാക്കുകയും ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്യുന്നത്. ഫയർഫോഴ്സ് എത്തി അഖിലിനെ പുറത്തെടുത്തപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഏറെ വേദനയുള്ള കാര്യമാണ്. കാരണം പഠിത്തത്തിലടക്കം മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അഖിൽ എന്നുള്ളതാണ് നാട്ടുകാരും സഹപാഠികളും അടക്കം വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു ദുരവസ്ഥ പയ്യന് വന്നതിൽ അത് വളരെ വിഷമത്തിലാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ സഹപാഠികളും എല്ലാം. ഇന്നലെ ഈ സംഘം വീട്ടിലെത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഇപ്പോൾ കുണ്ട്ര പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് അഖിലിന്റെ വീട്. അത്ര വലിയ ഒരു സാധാരണ കുടുംബമാണ്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഈ കുടുംബത്തിൽ നിന്നാണ് അഖിൽ മികച്ച വിദ്യാഭ്യാസം അടക്കം നേടി ഈ കുടുംബത്തെ ഒന്ന് കരകയറ്റണം എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഈ സംഘം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും ഇതിന്റെ മനോവിഷമത്തിൽ ഇന്നലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഓക്കെ, ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. നിർഭാഗ്യകരമായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.